രാവിലെ 10 മണി വരെ ആകുന്ന സമയത്ത് നമുക്ക് 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ വാർത്തയിൽ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ 24-ാം തീയതി മുതൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 20-ലേറെ മരണങ്ങളാണ്. അത് പെട്ടെന്നൊന്ന് പറയാൻ പ്രേക്ഷകർ ശ്രദ്ധയിലേക്ക്. 24-ാം തീയതി മാത്രം 3 പേർ മരിച്ചു. 25-ാം തീയതി 8 മരണം സംഭവിച്ചു. 26-ന് 6 പേർ ആണ് മരിച്ചത്. ഒപ്പം 28-ന് 1 മരണം, 29-ന് 2 മരണം. ഇന്ന് ഇതുവരെ രാവിലെ 10 മണി വരെ 2 മരണം. ഒന്ന് കൊച്ചിയിൽ തൊഴിലുറപ്പിന് പോയ ഒരു വൃദ്ധ മരം വീണ് മരിച്ചൊരു വാർത്ത നമ്മൾ നേരത്തെ പങ്കുവയ്ക്കുകയുണ്ടായി. അന്ന് അതടക്കം ഇന്ന് രാവിലെ 10 മണി വരെ 2 പേരുടെ ജീവനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇടപഴകുന്ന സാഹചര്യങ്ങളിലാണ് കാലവർഷക്കെടുതിയുടെ സാഹചര്യത്തിൽ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലായിടങ്ങളിലും ജാഗ്രത വേണമെന്ന് ആവർത്തിച്ച് പറയുകയുമാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി ഒന്നുകൂടി പോകാം. കൊച്ചിയിൽ തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് മടങ്ങി വരികയാണ് വൃദ്ധ മരം വീണ് മരിച്ചത്. കൂത്താട്ടുളം തിരുമാറാടി സ്വദേശിയായ അന്നക്കുട്ടിക്കാണ് ജീവൻ നഷ്ടമായത്. അങ്കമാലി എള്ളവൂർ വട്ടപ്പറമ്പിൽ മരം റോഡിലേക്ക് മറിഞ്ഞു വീണു. ഫയർഫോഴ്സ് എത്തി ഗതാഗത തടസ്സം നീക്കുകയാണ്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. പ്രദീപ്, ഇപ്പോൾ ഞങ്ങൾ പറയാം, ഈ മരണക്കണക്ക് പറയണേ, ഏകദേശം 22 പേരുടെ മരണം ഈ കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് സംഭവിച്ചു. അപ്പോൾ അത്ര വലിയ കെടുതികളാണ്. ഒപ്പം സമ്പത്തിനുണ്ടാകുന്ന നാശം, കൃഷിനാശം, ഇതൊക്കെ എങ്ങനെയാണ് എറണാകുളം ജില്ല, പ്രത്യേകിച്ചും കൊച്ചി നഗരം വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടിലാണ്? നമ്മൾ സാധാരണ രീതിയിൽ മഴ പെയ്യുമ്പോഴേക്കും KSRTC ബസ് സ്റ്റാൻഡ് വെള്ളത്തിലാവുന്ന കാഴ്ച ഉണ്ടാകാറുണ്ട്. ഇത്തവണ അവിടെ എന്തെങ്കിലും മാറ്റമുണ്ടോ? എവിടേക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ? ദിവിഷ, എറണാകുളം ജില്ലയിലും ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. എന്നാൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. നഗരമേഖലയിലും കിഴക്കൻ മേഖലയിലും എല്ലാം നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല, ഒരു വലിയ തോതിൽ മഴ പെയ്യാൻ എന്ന മണം മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. അതേസമയം തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് മടങ്ങി വന്ന സ്ത്രീയാണ് ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ മരിച്ചത്. കൂത്താട്ടുകുളം തിരുമാറാടിക്കടുത്ത് വാളിപ്പാടം സ്വദേശി അന്നക്കുട്ടി എന്ന 85-കാരിയാണ് മരിച്ചത്. ഇവർ തൊഴിലുറപ്പ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഈ വീട്ടിലേക്കുള്ള വഴിയിൽ നിന്നിരുന്ന റബ്ബർ മരങ്ങളും വട്ടമരങ്ങളും എല്ലാം കൂടി ഒടിഞ്ഞ് ഇവരുടെ ദേഹത്ത് വീഴുകയായിരുന്നു. രാത്രിയായിട്ടും ഇവർ വീട്ടിലെത്തിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരത്തിന് അടിയിൽപ്പെട്ട് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവരുടെ മൃതദേഹം ഇപ്പോൾ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെയാണ് അങ്കമാലിക്കടുത്ത് എളവൂരിൽ മരം ഒടിഞ്ഞു വീണ് കുറച്ച് സമയത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു മാറ്റി. ഒരു പെട്ടിക്കടയ്ക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. എടുത്തു പറയത്തക്കതായി മറ്റ് 2 കാര്യങ്ങളാണുള്ളത്. ഇന്നലെ വൈകിട്ട് മത്സ്യബന്ധനത്തിനിടെ ചെറിയ വള്ളം മുങ്ങി 2 പേരെ കാണാതായിരുന്നു. ഒരാൾ ചെറായി സ്വദേശി നിഖിലാണ്. നിഖിൽ ചീനവലിയിലെ തട്ട് ഉറപ്പിച്ചതിന് ശേഷം മറ്റ് 4 കൂട്ടുകാർക്കൊപ്പം വരുമ്പോൾ ഈ വള്ളം മുങ്ങുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു. നിഖിലിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. 32 വയസ്സുകാരനാണ് നിഖിൽ. മറ്റൊന്ന് പറവൂരിനടുത്ത് കിടാമംഗലം സ്വദേശിയായ രാധാകൃഷ്ണൻ എന്നയാളെയാണ് കാണാതായത്. ഇദ്ദേഹം പറവൂരിൽ നിന്ന് എറണാകുളം കുമ്പളത്തെത്തി മീൻ പിടിക്കുന്നയാളാണ്. 2 വഞ്ചികളിലായി 4 പേരാണ് മീൻ പിടിക്കാൻ എത്തിയിരുന്നത്. ഇവരിൽ 2 പേർ സഞ്ചരിച്ചിരുന്ന വഞ്ചി പെട്ടെന്നുണ്ടായ കാറ്റിൽ മറിയുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ആൾ രാധാകൃഷ്ണനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും വിജയിക്കാനായില്ല. ഉപജീവന മാർഗമാണ്. മഴ പെയ്യുന്നു എന്ന് കരുതി അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം പലർക്കുമുണ്ട്. പക്ഷേ ഈ സമയത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഇത് രണ്ടിനുമിടയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ മനുഷ്യൻ നിൽക്കുകയാണ്.